നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു അടിപൊളി താമരക്കുളം ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് അവിടെ വരെ പോയിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ മുന്നിലൂടെ ഇറങ്ങി. എന്നാലും അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ അത്ര വലുതായിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല. കാരണം ഓൾമോസ്റ്റ് അവിടെയുള്ള താമരകളെല്ലാം വാടിയും ഒക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ ഒരു അങ്കിളിനെ കണ്ടപ്പോൾ അങ്കിൾ പറഞ്ഞത് അവിടെ ഈ ഇടയ്ക്ക് കുറേ ആൾക്കാർ വന്നിട്ട് താമരയെല്ലാം പിച്ചി കൊണ്ടുപോയി. പിന്നെ ഇനി ഈ താമരയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ മാസമൊക്കെ ആകും, അപ്പോഴത്തേക്ക് നന്നായിട്ട് വിടർന്ന് കിടക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അങ്ങോട്ടൊന്നും പാടത്തോട്ട് ഇറങ്ങാനും പറ്റില്ല, കാരണം അവിടെ എല്ലാം നല്ല വെള്ളമൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. ഇത് ഒരു അമ്പലത്തിൻ്റെ നടുവിലാണ് ഈ താമരക്കുളം കേട്ടോ, ഒരു ശിവക്ഷേത്രം. അമ്പലത്തിൻ്റെ നടുവിൽ ആ താമരപ്പാടം തന്നെ, താമരക്കുളം അല്ല, മൊത്തത്തിൽ അതൊരു പാടം പോലെ, അത് പാടം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ കുറേ നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. അതിനിടയിൽ ഒന്നും രണ്ടും താമരകൾ അവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അത് തന്നെ നിൽക്കുന്ന കാണാൻ വലിയ ഭംഗിയാണ്. അപ്പോൾ നിറച്ചും താമര ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, നല്ല രസമായിരുന്നേനെ. എന്തായാലും ഒരു ഭയങ്കര വെയിലുള്ള സമയത്താണ് ഞങ്ങൾ പോയതെങ്കിൽ പോലും അവിടുത്തെ ആ താമരക്കുളത്തിൻ്റെയും ആ പാടത്തിൻ്റെയൊക്കെ ഭംഗി കണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കേട്ടോ. എന്തായാലും തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ബാക്ക് സൈഡിൽ ഞങ്ങളൊരു ചെറിയൊരു താമരപ്പാടം പെട്ടെന്ന് കണ്ടത്. താമരകൾ ഒരു കുളത്തിനകത്ത് കുറച്ച് താമരകൾ നിൽക്കുന്നത് ഞങ്ങൾ പെട്ടെന്ന് കണ്ടു. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, എന്തായാലും പോയത് വെറുതെ ആയില്ല, ഇതെങ്കിലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ. ഇങ്ങനെ തന്നെ കാണുമ്പോൾ നല്ല മനോഹരമാണെങ്കിൽ നിറച്ച് താമര വിടർന്ന് നിന്നാൽ എന്ത് നല്ല രസമായിരിക്കുമെന്ന് തോന്നി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചു. കുറേ മൊട്ടുകളായിരുന്നു കേട്ടോ, കൂടുതലും ഒരുപാട് നിൽപ്പുണ്ട്, ഒരുപാട് മൊട്ടുകൾ, വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് മൊട്ടുകൾ നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ നോക്കി നിന്നിട്ട് അതിനകത്തു നിന്നൊരു മുട്ട ഞങ്ങളും പിച്ചിയാലോ എന്ന് വിചാരിച്ചു. പൂ പിച്ചാൻ പറ്റത്തില്ല, കാരണം അവിടെ മൊത്തം വെള്ളമാണ്, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു താമരയുടെ മുട്ട് പിച്ചാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കി. ഞങ്ങൾ എന്തായാലും അതിനകത്തുനിന്ന് കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു മുട്ട് ഞങ്ങൾക്ക് കിട്ടി. എന്തായാലും അതുകൊണ്ട് ഞങ്ങൾ തൃപ്തി അടഞ്ഞു. പിന്നെ എന്തായാലും വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ. ഇനി ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോ അപ്പോഴും നന്നായിട്ട്